ഇത്തവണത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിൽ ബ്രസീലിന് പലതും സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരാണെങ്കിലും അടുത്ത കാലത്തെ പ്രകടനം അത്ര മികച്ചതല്ല. പുതിയ കോച്ചിന് കീഴിൽ കരുത്താർജിക്കാനുള്ള ശ്രമത്തിലാണ് ബ്രസീലിന്റെ മഞ്ഞക്കിളികൾ. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ ബ്രസീലിന്റെ പോരാട്ടം ക്വാർട്ടറിൽ അവസാനിച്ചത് വലിയ വിമർശനത്തിന് വിധേയമായി. പ്രത്യേകിച്ച് കോച്ച് ദുങ്കയുടെ പ്രതിരോധത്തിലൂന്നിയുള്ള ശൈലിയും. അതുകൊണ്ട് പുതിയ കോച്ച് മാനോ മെനസിസിന് ഈ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയേ പറ്റൂ. ഒപ്പം 2014 ലോകകപ്പിന്റെ ആതിഥേയർ എന്ന നിലയിലും ബ്രസീലിന് ഈ കിരീടം കൂടിയേ തീരൂ. 2014 ലോകകപ്പിന് ബ്രസീലിലേക്ക് കാണികളെ കൂട്ടുന്നതിനും ലോക കിരീടം വീണ്ടെടുക്കുന്നതിനും ദക്ഷിണാമേരിക്കയിലെ ചാമ്പ്യന്മാരാവണം. പ്രതിരോധത്തിൽ ഡാനി ആൽവസും മൈക്കോണും ലൂസിയോയും, മധ്യനിരയിൽ എലാനോ, റെമിറസ്, ലൂക്കോസ് എന്നിവർ, മുന്നേറ്റ നിരയിൽ റോബിഞ്ഞോ, നെയ്മർ, പാറ്റോ എന്നിവർ. ചെറുപ്പക്കാരുമായിട്ടാണ് കോച്ച് മാനോ അർജന്റീനയിലെത്തിയിരിക്കുന്നത്. ബ്രസീലിയൻ ലീഗിലെ പുതിയ താരോദയം നെയ്മറുടെ ഫിനിഷിംഗ് മികവിലേക്കാണ് ബ്രസീൽ ഉറ്റുനോക്കുന്നതും. ഗ്രൂപ്പ് ബിയിൽ വെനസ്വേല, പാരഗ്വായ്, ഇക്വഡോർ എന്നീ ടീമുകൾക്കൊപ്പമാണ് ബ്രസീൽ. ആദ്യം വെനസ്വേല, പിന്നീട് പാരഗ്വായ്, ഇക്വഡോർ. ഇതാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ മത്സരക്രമം. കഴിഞ്ഞ 5 കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ 4ലും കിരീടത്തോടെ മടങ്ങിയ ചരിത്രമാണ് ബ്രസീലിനുള്ളത്. സ്പോർട്സ് ഡെസ്ക്, മനോരമ ന്യൂസ്.